രക്ഷാദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് തന്നെയാണ് പോകുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന അത് വിജയം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ. ഏതാണ്ട് 10 മണിക്കൂറായി വിവിധ തലങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിലായി, വിവിധ മേഖലകളിൽ മനുഷ്യസാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയുള്ള പരിശോധന പുരോഗമിക്കുന്നത്. അലക്സ് ഷാ മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു. അലക്സ്, എങ്ങനെ പുരോഗമിക്കുന്നു ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ തടസ്സമോ ഉണ്ടോ? അത് നേരത്തെ ഈ മാൻഹോളിൽ ഇറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല, കാര്യമായ പ്രശ്നമൊന്നുമില്ലാതെ ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു ആ ജെൻ റോബോട്ടിക്സിൻ്റെ കമ്പനിയുടെ അധികൃതർ പറഞ്ഞത്. അതുപോലെ തന്നെ പുരോഗമിക്കുന്നുണ്ടല്ലോ ജോലി, അല്ലേ? വിജയകുമാർ, ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഈ കമ്പനിയുടെ സാരഥി തന്നെ നമുക്കുമുണ്ട്, വിമൽ നമുക്കുമുണ്ട്. നമ്മൾ ഈ സംവിധാനം നമ്മൾ സാധാരണ മാൻഹോളിൽ ഇറങ്ങി സെപ്റ്റിക് വേസ്റ്റ് കോരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നമ്മൾ അത് സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നതുമാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ അതിലുള്ള പ്രശ്നം ഒന്ന്, സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ സാധാരണ ഒരു മാൻഹോളിൻ്റെ ഡിസൈൻ അല്ല ഇവിടെ ഉള്ളത്, ഇതൊരു ഓപ്പണിംഗ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എൻട്രി എക്സിറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ അതുകൂടാതെ അവിടെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ആ ഗ്രില്ല് എന്താ വെച്ചാൽ ഇവിടുന്ന് വേസ്റ്റോ അല്ലെങ്കിൽ ആളുടെ ശരീരം ഒന്നും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു പോകാതിരിക്കാൻ വേണ്ടി വെച്ചൊരു ഗ്രില്ലാണ്. അപ്പോൾ ആ ഗ്രില്ല് എടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ ഗ്രില്ലിനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്യാതെ കപ്പിൽ തട്ടുന്നുണ്ട്, അതിപ്പോൾ തട്ടി ആയിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മൂവ് ചെയ്യാതെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുകൂടാണ് വേസ്റ്റൊക്കെ ആൾമോസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിലൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് വേസ്റ്റും പിന്നെ അടിയിലുള്ള സ്ലഡ്ജും ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒരു ഫ്ലോയും ആ വേസ്റ്റിനെ പുഷ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസും ഇപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആദ്യം വന്നൊരു പ്രാഥമിക പരിശോധന നമ്മൾ കരുതിയത് ആ വേസ്റ്റും അതുപോലെ തന്നെ ആ മഡും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോ ക്ലിയർ ആകുന്നു. ഫ്ലോ ഫർദർ ആയിട്ടുള്ള വേസ്റ്റും അതുകൂടാതെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ അതും ഇതിനോടൊപ്പം വരും എന്നാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ ഒരു ഫ്ലോ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് തന്നെ ഓപ്പറേഷൻ ലെവലായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ മാൻഹോളിൻ്റെ അതുവരെ മറ്റു ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഇതെന്താ വെച്ചാൽ ഇവിടുത്തെ ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ ഒരു യൂണിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് പ്രൊപ്പൽ ചെയ്ത് പോയി ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ആ ഇൻസ്പെക്ഷനിൽ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എവിടെയാണ് ഈ ബ്ലോക്കേജ്, എന്താണ് ഇതിൻ്റെ ഇൻറ്റീരിയർ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അത് മൊബിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റും കൂടി. ഇൻബിൽറ്റ് ക്യാമറയോടുള്ള സംവിധാനം. അതെ, ഇൻബിൽറ്റ് ക്യാമറ ഉള്ള ഒരു പ്രൊപ്പലർ സിസ്റ്റമാണത്. അത് വരുന്നുണ്ട്. അതെ, അതിപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള 2 യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ആദ്യം ഇൻസ്പെക്ട് ചെയ്ത് വരാമെന്നുള്ള ഒരു ഇതാണ്. കാരണം വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇടാനുള്ള പ്രശ്നമുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടെ പ്രൊപ്പൽ ചെയ്യാൻ പറ്റില്ല. ആ വേസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അത് എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി വിജയകുമാർ, അത് അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് നിന്ന് നമ്മൾ ആദ്യം കാണുന്ന വേസ്റ്റും അതുപോലെ മഡുമൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലൊരു ഫ്ലോ, അതായത് ആ മാലിന്യം ഒഴുകി വരുന്നൊരു ഫ്ലോ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതായത് ഇതിന് തൊട്ട് മുമ്പ് തന്നെ മറ്റു ബ്ലോക്കുകളും ഉണ്ടായേക്കാം, മാലിന്യം നിറഞ്ഞോ അല്ലെങ്കിൽ മറ്റു ബ്ലോക്കുകൾ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായേക്കാം എന്നൊരു അനുമാനമാണ് അദ്ദേഹം നടത്തുന്നത്. പരമാവധി മാലിന്യം ഇവിടെ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു യൂണിറ്റ് ഇതിനകത്തേക്ക് തന്നെ ഇറക്കി സർവൈലൻസ് നടത്താനുള്ള, നിരീക്ഷിക്കാനുള്ള, അതായത് ഇൻബിൽറ്റ് ക്യാമറയോട് കൂടി ഒരു സംവിധാനം ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറക്കി അത് എവിടെയാണ് ആ ബ്ലോക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കാം എന്നൊരു ആശയമാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ഇനി മറ്റൊരു യൂണിറ്റ് മറ്റൊരു മാൻഹോളിനടുത്ത് നിന്ന് അത് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട്. അവർക്കും ചില പ്രായോഗിക പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അവരും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു സർവൈലൻസ് ക്യാമറ കൂടി ഘടിപ്പിച്ച ഒരു യൂണിറ്റ് പരിശോധനയ്ക്ക് അവർ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത് കുറെ കൂടി ഫലപ്രദമാകും ഈ ഘട്ടത്തിലെന്ന്